എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സോളാർ സിസ്റ്റത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. എന്താണ് സോളാർ സിസ്റ്റം? സൂര്യനും സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന 8 ഗ്രഹങ്ങളും അവയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളും കുള്ളൻ ഗ്രഹങ്ങളും വാൽ നക്ഷത്രങ്ങളും ഉൽക്കകളും അടങ്ങുന്നതാണ് സൗരയൂഥം. അപ്പോൾ സൗരയൂഥം എന്ന് പറഞ്ഞ 8 ഗ്രഹങ്ങളും സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നു. പിന്നെ അവയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളുണ്ട്, കുള്ളൻ ഗ്രഹങ്ങളുണ്ട്, വാൽ നക്ഷത്രങ്ങളുണ്ട്, ഉൽക്കകളുണ്ട്. ഇവയെല്ലാം അടങ്ങുന്നതാണ് സൗരയൂഥം. അപ്പോൾ ഈ 8 ഗ്രഹങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ബുധൻ, മെർക്കുറി, ശുക്രൻ, വീനസ്, ഭൂമി, എർത്ത്, ചൊവ്വ, മാർസ്, വ്യാഴം, ജൂപ്പിറ്റർ, ശനി, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. അങ്ങനെ 8 ഗ്രഹങ്ങളാണ്. മുൻപാണെങ്കിൽ 9 ഗ്രഹങ്ങളുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് ഗ്രഹമായ പ്ലൂട്ടോ നശിച്ചുപോയി. അപ്പോൾ ഇപ്പോൾ നിലവിൽ 8 ഗ്രഹങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ 8 ഗ്രഹങ്ങളുമാണ് സൗരയൂഥത്തിലുള്ള ഗ്രഹങ്ങൾ, സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ. അപ്പോൾ നമ്മൾക്കത് അതിൻ്റെ ചിത്രം ഒന്ന് നോക്കാം. അപ്പോൾ ഈ ചിത്രത്തിൽ ഇത് സൂര്യൻ്റെ അടുത്തുള്ള ഗ്രഹമാണ് ബുധൻ അല്ലെങ്കിൽ മെർക്കുറി. അതിനോണ്ടും ഇത്തിരി അകലെ വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. അങ്ങനെ 8 ഗ്രഹങ്ങൾ. അവയുടെ സ്ഥിതി ചെയ്യുന്ന അവയുടെ അകലം അനുസരിച്ചാണ് ഈ അറേഞ്ച്മെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ സൂര്യൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്നത് ബുധൻ, ഏറ്റവും അകലെ കിടക്കുന്നത് നെപ്റ്റ്യൂൺ. അപ്പോൾ ഇത് നമുക്ക് മറന്നു പോകാതിരിക്കാൻ ഞാനൊരു കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കോഡ് എന്താണെന്ന് നോക്കാം. MVMJ സൺ. ഇതൊന്ന് കാണാതെ പഠിച്ചാൽ മതി. M എന്ന് പറഞ്ഞ മെർക്കുറി, V വീനസ്, E എർത്ത്, M മാർസ്, J ജൂപ്പിറ്റർ, S സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. അങ്ങനെ 8 ഗ്രഹങ്ങൾ. MVMJ സൺ അല്ലെങ്കിൽ MVMJ സൺ എന്നും പറയാം. അത് നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിക്കുക. ഈ കോഡ് അറിഞ്ഞിരിക്കണം, ഏറ്റവും നല്ലതാണ്. ഇതിലെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നമുക്ക് പോകാം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? അപ്പോൾ ഉപഗ്രഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഗ്രഹം എന്നല്ല. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം അത് ഏതാണ്? വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമേഡ് ആണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമേഡ്. ഈ ഗാനിമേഡ് എവിടെയാണ്? വ്യാഴത്തിലാണ്. അപ്പോൾ ഈ വ്യാഴത്തിന് എങ്ങനെ പറയാം? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് വ്യാഴമാണ്, ജൂപ്പിറ്റർ. അപ്പോൾ ഈ ചിത്രത്തിൽ തന്നെ നോക്കിയാൽ മനസ്സിലാകും. കണ്ടോ? ഇത് ജൂപ്പിറ്റർ ഏറ്റവും വലിയ ഗ്രഹമാണ്. അതുപോലെ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ചോദിച്ചാലോ? മെർക്കുറി അല്ലെങ്കിൽ ബുധൻ അല്ലേ? അപ്പം ഈ ചിത്രം ഒന്ന് മനസ്സിൽ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എത്ര മിനിറ്റ് വേണം? 8 മിനിറ്റ്. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏതാണ്? ബുധൻ അല്ലെങ്കിൽ മെർക്കുറി. ഹൈഡ്രജനെ കൂടാതെ സൂര്യനിലുള്ള ഒരു പ്രധാന വാതകം ഏതാണ്? ഹീലിയം. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ആകെ 2 എണ്ണമാണ്. സൂര്യനോട് അടുത്ത് കിടക്കുന്ന 2 ഗ്രഹങ്ങളായ മെർക്കുറിയും വീനസുമാണ്. സൂര്യഗ്രഹണത്തിന് തൊട്ടു മുമ്പായി ചക്രവാളത്തിൽ കാണുന്ന
പ്രകാശമുത്തുകളുടെ മാല പോലുള്ള പ്രതിഭാസം ഏത്? സൂര്യഗ്രഹണത്തിന് തൊട്ടുമുമ്പായി ചക്രവാളത്തിൽ കാണുന്ന പ്രകാശമുത്തുകളുടെ മാല പോലുള്ള പ്രതിഭാസം ഏതാണ് എന്ന് ചോദിച്ചാൽ ബെയ്ലീസ് ബീഡ്സ് ആണ്. സൗരയൂഥത്തിൻ്റെ ഉത്ഭവത്തിനു കാരണമെന്ന് ശാസ്ത്രം കരുതുന്ന ബിഗ് ബാങ് തിയറിയുടെ ഉപജ്ഞാതാവ് ആര്? ജോർജ് ഗാമോയാണ്. സൂര്യൻ്റെ ഉപരിതലത്തിലെ തിളക്കമേറിയ ഭാഗങ്ങൾക്കുള്ള പേരെന്ത്? ഫാക്കുലി. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? അതും കാർബൺ ഡൈ ഓക്സൈഡാണ്. ഭൗമ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? നൈട്രജൻ. സൂര്യൻ്റെ ത്രസിക്കുന്ന ഉപരിതലത്തിൻ്റെ പേര് എന്ത്? ഫോട്ടോസ്ഫിയർ. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ദിവസം ഏത്? ജനുവരി 3. ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള പദ്ധതിയാണ് കാസ്സിനി മിഷൻ? ശനി നക്ഷത്രത്തെക്കുറിച്ചുള്ള പദ്ധതിയാണ് കാസ്സിനി മിഷൻ. ഹാലെയുടെ വാൽനക്ഷത്രം എത്ര വർഷത്തിലൊരിക്കലാണ് പ്രത്യക്ഷപ്പെടുന്നത്? 76. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ആസ്ട്രോയിഡ് ഏതാണ്? സെറസ്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഏതാണ്? ഹൈഡ്ര. ഭൂമിയെ ചുറ്റാൻ ചന്ദ്രൻ എടുക്കുന്ന സമയം എത്രയാണ്? 27 ദിവസം. ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? വ്യാഴം. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയായിരിക്കുമ്പോൾ ഭൂമിയുടെ സ്ഥാനത്തിന് പറയുന്ന പേര് എന്താണ്? അഫിലിയോൺ. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭ്രമണ കാലയളവുള്ളത് ഏതിനാണ്? ശുക്രന്. ഏത് നക്ഷത്രത്തെ ചൂണ്ടിയാണ് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നത്? ധ്രുവനക്ഷത്രം. ഏത് മേഖലയിലാണ് ഡോൾഡ്രം ഉണ്ടാവുന്നത്? ഭൂമധ്യ പ്രദേശത്ത്. എന്താണ് ഡോൾഡ്രം? ഡോൾഡ്രം എന്ന് പറയുന്നത് ഭൂമിയിലെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന കാറ്റില്ലായ്മയാണ്. കാറ്റുണ്ടാവില്ല, അവിടെ ഭയങ്കര ചൂടായിരിക്കും. അതിനെ പറയുന്ന പേരാണ് ഡോൾഡ്രം. അന്തരീക്ഷത്തിലെ ഓസോൺ പാളി എന്തിൽ നിന്നാണ് ഭൂമിയെ രക്ഷിക്കുന്നത്? അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന്. നക്ഷത്രങ്ങൾ വൈറ്റ് ഡോർഫായി പരിണമിക്കുന്നതിനെ പറ്റിയുള്ള ചന്ദ്രശേഖർ പരിധി എന്ന സിദ്ധാന്തം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ. സൂര്യൻ്റെ 70% ഏത് വാതകമാണ്? ഹൈഡ്രജൻ. ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? ഒളിമ്പസ് മോൺസ്. വെളിച്ചം ഉൾപ്പെടെ ഒരു വസ്തുവിനും മുക്തമാവാനാവാത്ത അത്ര ഗാഢമായ ഗുരുത്വാകർഷണമുള്ള ബഹിരാകാശ വസ്തു. അതായത് വെളിച്ചം ഉൾപ്പെടെ ഒരു വസ്തുവിനും മുക്തം ആകാനാവാത്ത അത്രയ്ക്കും ഗാഢമായ ഗുരുത്വാകർഷണമുള്ള ബഹിരാകാശ വസ്തു ഏതാണ്? തമോഗർത്തം അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ. ഇതോടെ സൗരയൂഥത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തീർന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.